ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 8 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദൃഢം. പ്രമുഖ സംവിധായകൻ ജീത്തു ജോസഫിനൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച മാർട്ടിൻ ജോസഫാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഷെയ്ൻ നിഗം, മാത്യു വർഗീസ്, അഭിരാൻ രാധാകൃഷ്ണൻ, കോട്ടയം രമേശ്, കൃഷ്ണപ്രഭ, പ്രശാന്ത് മുരളി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ പ്രീസെയിലായി 9 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 60-65 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് കളക്ഷൻ 90 ലക്ഷം 1 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പാട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, ഇന്ദ്രൻസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മഹേഷ് നാരായണനാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 24 കോടി 25 ലക്ഷം രൂപയായിരുന്നു. 8ാം ദിവസവും രണ്ടാമത്തെ വെള്ളിയാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ 80 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 25 കോടിക്ക് മുകളിലാണ് ഈ സിനിമ 8 ദിവസം കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് ബോക്സ് ഓഫീസിലും സിനിമയുടെ കളക്ഷൻ ഇടിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ആദ്യ 8 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധ്യത 71 കോടി 50 ലക്ഷം റേഞ്ചിലാണ്. ഷറഫുദ്ദീൻ നായകനായി നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മധുവിധു. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 4 കോടി 30 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 15 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 4 കോടി 45 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് കളക്ഷൻ 6 കോടി 20 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ധനുഷ് നായകനായി വിഘ്നേഷ് രാജ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 30 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കര. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 26 കോടി 25 ലക്ഷം രൂപയും കർണാടകയിൽ 3 കോടി 55 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8 കോടി 97, കേരളത്തിൽ 65 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 31 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 8 ദിവസം കൊണ്ട് 39 കോടി 73 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 10 കോടി 20 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 49 കോടി 93 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഹൃദേശ് ദേശമുഖ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് രാജാ ശിവജി. മറാഠിയിലും ഹിന്ദിയിലും റിലീസ് ചെയ്ത ഈ സിനിമയ്ക്ക് കേരളത്തിൽ 3,80,000 രൂപയാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്നലെ വരെയുള്ള 7 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 66 കോടി 24 ലക്ഷം രൂപയാണ്. മറാഠിയിൽ നിന്ന് 46 കോടി 33 ലക്ഷം രൂപയും ഹിന്ദിയിൽ നിന്ന് 19 കോടി 91 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് 74 കോടി രൂപയാണ്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 21 ദിവസം കൊണ്ട് കേരളത്തിൽ 31 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 187 കോടി 78 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 57 കോടി 23 ലക്ഷം രൂപയുമാണ്. 245 കോടി 1 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് വിജയകരമായ 50 ദിവസം ഇന്നലെ വ്യാഴാഴ്ചയോടെ പൂർത്തിയായി. ഇന്ന് 51ാമത്തെ ദിവസമായ വെള്ളിയാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമ ഇന്നലെ വരെയുള്ള 50 ദിവസം കൊണ്ട് കേരളത്തിൽ 19 കോടി 51 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ സൗത്ത് ഇന്ത്യൻ കളക്ഷൻ മാത്രം 300 കോടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയുമാണ്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1365 കോടി 20 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 426 കോടി 35 ലക്ഷം രൂപയുമാണ്. ലോകമെമ്പാടുമായി 50 ദിവസം കൊണ്ട് 1791 കോടി 55 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചാപ്റ്ററായ ദൃശ്യം 3 തിയേറ്ററിലെത്തുന്നത് മെയ് 21 മോഹൻലാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. ജീത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ട്രെയിലർ നാളെ മെയ് 9 പുറത്തു വരുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിലെ പ്രീമിയർ ഷോ ഉൾപ്പെടെ 2 കോടിക്ക് മുകളിൽ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.